ആത്മപരിഷ്കരണത്തിൽ ശാരീരിക പരിശീലനങ്ങൾ എങ്ങനെയാണ് നിങ്ങളെ സഹായിച്ചിട്ടുള്ളത്? പർപ്പസ് ഓഫ് കോട്ടേക്കാരു പ്രാക്ടീസസ് ഈസ് ടു ബിൽഡ് കോർഡിനേഷൻ, കൺട്രോൾ ആൻഡ് ആക്യുറസി. പ്രായോഗിക അവബോധനം എന്ന 7ാമത്തെ അധ്യായത്തിൽ ഇന്നത്തെ വിഷയമായിട്ട് വരുന്നത് കോട്ടേക്കാരു പരിശീലനങ്ങളുടെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ്. കോട്ടേക്കാരു പരിശീലനങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ്? ഈ പരിശീലനങ്ങൾ നമ്മിലെ എന്തെല്ലാമാണ് മെച്ചപ്പെടുത്തുന്നത്? എന്തുകൊണ്ട് ആത്മയാനത്തിൽ കോട്ടേക്കാരു പ്രാധാന്യം അർഹിക്കുന്നു? ഏവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ മനസ്സിലാക്കി വന്ന കോട്ടേക്കാരു പരിശീലനങ്ങളുടെ വിവിധ തരത്തിലുള്ള പ്രയോഗങ്ങൾ, അതിന്റെ ഗുണങ്ങൾ, നമ്മുടെ ശരീരത്തിലും മനസ്സിലും അതുണ്ടാക്കുന്ന മാറ്റങ്ങൾ, ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ഇന്ന് കോട്ടേക്കാരു പരിശീലനങ്ങളുടെ ഉദ്ദേശം അതിന്റെ ഒരു സംക്ഷിപ്ത രൂപമായിട്ട് അവതരിപ്പിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി കോട്ടേക്കാരു എന്ന് പറയുന്ന പരിശീലനത്തിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ശരീര ചലനങ്ങളെ, മനസ്സിന്റെ ചലനങ്ങളെ എല്ലാം ബോധപൂർവം കൈകാര്യം ചെയ്യാൻ ശീലിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിലേക്കായിട്ട് നമ്മൾ പരിശീലനം ആവർത്തിച്ചിട്ടും, അതായത് നമ്മളിപ്പോ ഈ പരിശീലനങ്ങളെല്ലാം ചെയ്ത് തുടർന്നിട്ടും നമ്മുടെ ശ്രദ്ധയും ഏകോപനവും പ്രതികരണ കൃത്യതയും മെച്ചപ്പെടുന്നില്ലെന്ന് തോന്നാറുണ്ടോ എന്നുള്ളതാണ്. അതിനായിട്ടുള്ള ഒരു ഉത്തരമായിട്ടാണ് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നത്. അപ്പൊ കോട്ടേക്കാരു പരിശീലനങ്ങളുടെ പ്രധാന ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഒന്നുകൂടെ നോക്കാം. നമ്മുടെ ഇടത് വലത് മസ്തിഷ്കങ്ങൾ നമ്മുടെ ഇടത് വലത് ശാരീരിക ചലനങ്ങളെ നിയന്ത്രിക്കുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ മസ്തിഷ്ക ചലനങ്ങളുടെ സമതുലിതാവസ്ഥയാണ് പ്രധാനമായിട്ടും കോട്ടേക്കാരു പരിശീലനങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അത് കൈകാര്യം ചെയ്യാൻ, അതായത് നമ്മുടെ കൈകാര്യം ചെയ്യലുകളിൽ പലപ്പോഴും സംഭവിക്കാറുള്ളതാണ്, നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് ആ രീതിയിലായിരിക്കില്ല നമ്മളുടെ ചലനങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ ഇടത് വലത് മസ്തിഷ്കങ്ങളുടെ ഏകോപനത്തിലൂടെ നമുക്ക് അതിന്റെ കൃത്യതയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ അവബോധതലം, നമ്മൾ പലതരം അവബോധങ്ങൾ നമുക്കുണ്ടെന്ന് മനസ്സിലാക്കി, അതായത് സാങ്കല്പിക തലത്തിൽ, അതുപോലെ ധാരണയുടെ തലത്തിൽ, അതുപോലെ നമ്മുടെ വിശ്വാസ വ്യവസ്ഥകളുടെ തലത്തിൽ, ശിക്ഷിതാവബോധത്തിന്റെ തലത്തിൽ, അങ്ങനെയെല്ലാം നമുക്ക് പലതരത്തിലുള്ള അവബോധ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടെ നിന്നെല്ലാം പതിയെ പതിയെ മുന്നോട്ട് പോയി നമ്മുടെ യഥാർത്ഥ കൃത്യമായിട്ടുള്ള അവബോധ തലത്തിന്റെ വികാസം എന്നുള്ളൊരു തലത്തിലേക്ക് എത്താനായിട്ട് കോട്ടേക്കാരു പരിശീലനം നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ കൃത്യത വർദ്ധിപ്പിക്കാനായിട്ട് നമ്മൾ ഒരു കാര്യത്തെ, നമ്മുടെ മുന്നിലേക്ക് വരുന്ന ഒരു അനുഭവത്തിന്റെ ആയിക്കോട്ടെ, അത് ഏത് രൂപത്തിലാണെങ്കിലും, അത് വ്യക്തി ആയിക്കോട്ടെ, സാഹചര്യങ്ങളായിക്കോട്ടെ, അതിനോടുള്ള നമ്മുടെ പ്രതികരണം അത് ഉചിതമായിട്ടുള്ള രീതിയിലാണോ എന്നത് ഇവിടെ കൃത്യമായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുപോലെ നമ്മുടെ ശേഷികൾ, പ്രത്യേകിച്ച് നമ്മുടെ ജന്മനാ ലഭിച്ചിട്ടുള്ള ശേഷികൾ, അതിന്റെ വികസനം അത് കൃത്യമായിട്ട് ഡെവലപ്പ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ മസ്തിഷ്ക സമതുലിതാവസ്ഥ, അതുപോലെ അവബോധത്തിന്റെ വികാസം, പ്രവർത്തന കൃത്യത, പ്രതികരണ കൃത്യത, നമ്മുടെ ശേഷി വികസനം, ഇതൊക്കെയാണ് പ്രാഥമികമായിട്ട് കോട്ടേക്കാരുവിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ സാധിക്കും. ഇനി ഇതില് മസ്തിഷ്ക സമതുലിതാവസ്ഥ എങ്ങനെയാണ് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ നമുക്കറിയാം, നമ്മുടെ മുൻപേടെ സൂചിപ്പിച്ചിരുന്നു, നമ്മുടെ കൈയിലെ 5 സോണുകളുടെ ഏകോപനത്തിലൂടെയാണ് നമ്മുടെ ഒരു കൈ പ്രവർത്തിക്കുന്നത്. അപ്പൊ എല്ലാ നാഡികളും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ ചലനങ്ങൾ കൃത്യമാകുന്നത്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ മസ്തിഷ്കം കൊടുക്കുന്ന നിർദ്ദേശത്തിനനുസരിച്ച് നമ്മുടെ ശരീരം ചലിക്കുന്നത് എന്നുള്ളത്. അപ്പൊ അതില് ആ നാഡീബന്ധങ്ങളുടെ ശാക്തീകരണം ഇവിടെ നടക്കുന്നു എന്നുള്ളതാണ് സംഭവിക്കുന്നത്. അതുപോലെ നമ്മുടെ താളയുക്തി സമന്വയം, നമുക്കെല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള താളയുക്തികളാണ് ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞ കാര്യമാണ്. അപ്പൊ അവയുടെ ഏകോപനം, അതായത് ഒരാൾക്ക് താളമാണ് കൂടുതലെങ്കിൽ അവിടെ യുക്തിയുടെ ചേർച്ച കൊണ്ട്, അല്ലെങ്കിൽ ആ യുക്തിയുടെ വികാസം കൊണ്ട് അതിനെ സമതുലിതമാക്കാൻ നമുക്ക് ഈ പരിശീലനത്തിലൂടെ സാധിക്കും എന്നുള്ളതാണ്. അതിലൂടെ നമുക്കൊരു ആന്തരികമായിട്ടുള്ള സ്ഥിരത, അതായത് നമ്മുടെ മനസ്സിന്റെ വിവിധ തലങ്ങൾ തമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുന്ന സമയത്ത്, അവ തമ്മിലുള്ള ആശയവിനിമയം കൃത്യമാകുന്ന സമയത്ത് നമുക്കൊരു സ്ഥിരത ഉണ്ടാകും.
അതായത് നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണോ പ്രവർത്തിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു കൃത്യത വന്നു ചേരുന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലെ ആന്തരിക സ്ഥിരത നമുക്ക് ഉണ്ടായി വരും. അതുപോലെ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനത്തിന് ഒരു സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ ഒരു ബാലൻസ് നമുക്ക് അനുഭവിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഇതില് ഈ ഇരു വശങ്ങളും, അതായത് മസ്തിഷ്കങ്ങളുടെ രണ്ട് വശങ്ങളും തമ്മിലുള്ള ഏകോപനം നടക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ശരീര മനസ്സിന്റെ ഏകോപനം, അവയുടെ പ്രവർത്തനങ്ങളുടെ ഏകോപനം നടക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വേണോ വേണ്ടയോ എന്നുള്ള കാര്യം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് നമ്മളൊരു ആക്ഷനിലേക്ക് കടന്നു എന്ന് വരും. അത് നമ്മുടെ മനസ്സിന്റെ പ്രവർത്തനമാകാം, അല്ലെങ്കിൽ ശരീരത്തിന്റെ പ്രവർത്തനമാകാം. അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കാതെ കൃത്യമായിട്ടും നമുക്ക് അവിടെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചലിക്കാനും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിയന്ത്രണത്തിലൂടെ മുന്നോട്ട് പോകാനും സാധിക്കുമെന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ഒരു പ്രതികരണത്തിൽ നമുക്കൊരു ക്രമീകരണം വരും. അതുപോലെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ഒരു ഏകത നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. ഇനി പ്രതികരണ നിയന്ത്രണത്തെ എങ്ങനെയാണ് പോർട്ടേക്കാർ വികസിപ്പിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പരിശീലനത്തിൽ നമ്മുടെ മുന്നിലുള്ള കാര്യങ്ങളോട് നമ്മൾ എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളതിൽ എങ്ങനെയാണ് നമുക്കൊരു നിയന്ത്രണം വന്നു ചേരുന്നത് എന്നുള്ളതാണ്. അത് നമുക്കത് എപ്പോഴും അബോധപൂർവമായിട്ടുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകാറുണ്ട്. അതായത് നമ്മുടെ ഓർമ്മകളിൽ നിന്നുള്ള ആ പ്രതികരണം, നമുക്ക് ഇതേ അനുഭവം മുന്നേ ഉണ്ടായ സമയത്ത് അല്ലെങ്കിൽ ഇതേ വ്യക്തിയെ നമ്മൾ മുന്നേ കണ്ട സമയത്തൊക്കെ നമ്മൾ പ്രതികരിച്ചതിനൊരു സ്ഥിരത വന്നു ചേർന്നിട്ടുണ്ടാവും. അപ്പൊ അവിടെ അങ്ങനെയല്ലാതെ, അപ്പൊ നമ്മൾ അവിടെ അങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് ആണെന്ന് തോന്നുന്ന വിധത്തിൽ തന്നെ പ്രതികരണം ഉണ്ടാകുമെങ്കിലും അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഓർമ്മയിൽ നിന്ന് വന്നു ചേർന്നതാണ് ആ പ്രതികരണം എന്നുള്ളത്. അപ്പൊ അങ്ങനെയല്ലാതെ ആ നിമിഷത്തിൽ നമുക്ക് ആ അനുഭവത്തോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമ്മുടെ അവബോധതലത്തിൽ നിന്നുകൊണ്ട് മാത്രമേ നമുക്ക് സാധിക്കൂ. അപ്പൊ ആ അവബോധതലത്തിൽ നിന്നുകൊണ്ടുള്ള ഒരു പ്രതികരണത്തെ പോർട്ടേക്കാർ പരിശീലനം പതിയെ പതിയെ സഹായിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നുള്ള ആവേശം കൊണ്ട് നമ്മൾ പ്രതികരിച്ചു പോവാറുണ്ട്. അല്ലെങ്കിൽ ഒരു സാഹചര്യത്തെ, അതും ഓർമ്മകളിൽ നിന്ന് ഉണ്ടാകുന്നതാണ്. കാരണം നമുക്ക് അതേ അനുഭവം എന്താണ് നൽകാൻ പോകുന്നത് എന്നതിനെ കുറിച്ച് നമുക്കൊരു ധാരണ വന്നു ചേർന്നിട്ടുണ്ടാവും മുൻ അനുഭവങ്ങളിൽ നിന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ നമുക്ക് ഉണ്ടാകാം, ചിലപ്പോൾ നിരാശയുണ്ടാകാം. അപ്പൊ ഈ മുന്നേയുള്ള അനുഭവങ്ങളിൽ നിന്നുള്ള ആ ഒരു ധാരണയിൽ നിന്നുകൊണ്ട് പ്രതികരിക്കുന്നത് മാറി ഇപ്പോ അത് ഏത് സാഹചര്യം ആയിക്കോട്ടെ, അത് സന്തോഷം നൽകുന്നതോ ദുഃഖം നൽകുന്നതോ ആയിക്കോട്ടെ, അപ്പോ എങ്ങനെയാണോ നമ്മുടെ പ്രതികരണത്തെ പ്രദർശിപ്പിക്കേണ്ടത് അല്ലെങ്കിൽ പ്രകടിപ്പിക്കേണ്ടത് ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നു ചേരുമെന്നുള്ളതാണ്. അതുപോലെ കൃത്യമായിട്ടുള്ള ഒരു വ്യക്തത, കാര്യങ്ങളിൽ എല്ലാത്തിലും ഒരു വ്യക്തത ഉണ്ടായി വരും. അതുകൊണ്ട് തന്നെ കൃത്യമായ ഒരു തീരുമാനം എടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രതികരണങ്ങളിൽ ഒരു ശുദ്ധീകരണം സംഭവിക്കും എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്. അടുത്തതായിട്ട് പറയാനുള്ളത്, ഈ പരിശീലനം, പോർട്ടേക്കാർ പരിശീലനം നമ്മുടെ ജാഗ്രതയെ, അതായത് ഈ നിമിഷത്തിലുള്ള നമ്മുടെ ശ്രദ്ധയെ എങ്ങനെ വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. മുന്നേ സൂചിപ്പിച്ചതുപോലെ അവബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കുമ്പോൾ തന്നെ തീർച്ചയായിട്ടും അത് വർത്തമാനകാലത്തെ പ്രതികരണമായിട്ട് ഭവിക്കും. അതുകൊണ്ട് ശ്രദ്ധ എപ്പോഴും വർത്തമാനത്തിൽ ഉണ്ടാകും, വർത്തമാനത്തിലേക്ക് കേന്ദ്രീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തുടർച്ചയായിട്ട് ഈ അവബോധത്തിൽ നിന്നുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാനും ചിന്തിക്കാനും സാധിക്കും. എപ്പോഴും നമുക്ക് ഒരു കാര്യത്തെ ചെയ്യാനുള്ള ഒരു സന്നദ്ധത, അതിന്റെ മുൻപിൻ കാര്യങ്ങളെ ചിന്തിച്ച് വൈകിപ്പിക്കാതെ അപ്പോൾ വേണ്ടുന്ന ഒരു തലത്തിൽ പ്രവർത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ അതില് നമുക്ക് പ്രതികരണത്തിൽ കൃത്യമായിട്ടൊരു ജാഗ്രത ഉണ്ടായി വരുന്നുള്ളതാണ്. കാരണം അവബോധതലത്തിൽ നിന്നുകൊണ്ടാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് നമുക്ക് സ്വാഭാവികമായിട്ട് നമ്മളിൽ നിന്നും ഉണ്ടായി വരും, ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടായി വരും. അതിന് നമ്മുടെ ഓർമ്മകളുടെയോ മുൻ അനുഭവങ്ങളുടെയോ പിന്താങ്ങൽ ആവശ്യമില്ല എന്നുള്ളതാണ്. പ്രവർത്തന കൃത്യതയെ നമുക്ക് പോർട്ടേക്കാറിലൂടെ എങ്ങനെയാണ് വികസിപ്പിക്കാൻ സാധിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. അതായത് നമ്മൾ മുന്നേ കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. നമ്മളിപ്പം പറഞ്ഞു, ഒരു ബാറ്റൺ നമ്മുടെ മുമ്പിലേക്ക് വന്നു ചേരുന്ന സമയത്ത് എങ്ങനെയാണ് നമ്മൾ അവിടെ ചലിക്കേണ്ടത്, കൃത്യമായിട്ട് അവിടെ നമ്മൾ നമ്മുടെ ചലനത്തെ തയ്യാറാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ മേലെ തട്ടാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ആ ഒരു വഴക്ക സ്വഭാവം നമ്മുടെ ഓരോ ചലനത്തിലും വന്നു ചേരേണ്ടതുണ്ടെന്നുള്ളതാണ്. അനുഭവങ്ങളിലൂടെ തീർച്ചയായിട്ടും നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. പക്ഷെ യുക്തിയുടെ ആധിക്യമുള്ളവർക്ക് അല്ലെങ്കിൽ താളാത്മകത കുറഞ്ഞവർക്കൊക്കെയും ഈ ഒരു ഫ്ലെക്സിബിലിറ്റി വരാനായിട്ട് കാലതാമസം എടുക്കും. അപ്പൊ നമ്മൾ പോർട്ടേക്കാർ പരിശീലിക്കുന്ന സമയത്ത് പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് ഈ പരിശീലനം. ചിലർക്ക് അതിന്റെ ഒരു വേഗം, അതിന്റെ ഫലം കിട്ടുന്നതിന്റെ ഒരു വേഗം എന്ന് പറയുന്നത് കുറവായിരിക്കും. പെട്ടെന്ന് തന്നെ അതിന്റെ ഒരു താളത്തിലേക്ക് അവർക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും. ചിലർക്ക് വ്യക്തിയുടെ ആധിക്യമുള്ളവർക്ക് ഈ ഒരു മാറ്റം എന്ന് പറയുന്നത്
അവരുടെ സ്വാഭാവികതയായിട്ട് അല്ലെങ്കിൽ അവരുടെ താളമായിട്ട് മാറാനായിട്ട് കുറച്ച് കാലം ഏറെ എടുക്കും എന്നുള്ളതാണ്. അപ്പൊ പ്രതികരണ കൃത്യത, അതുപോലെ നമ്മുടെ മസ്തിഷ്കത്തിന്റെ ഏകോപിച്ചുള്ള പ്രവർത്തനം, ഇതെല്ലാം നമ്മുടെ ചലനത്തില് പിശകുകൾ കുറയ്ക്കും എന്നുള്ളതാണ്. അതായത് കൃത്യമായിട്ടൊരു ചലനത്തിലേക്ക് നമ്മളെ എത്തിക്കും. ശരിക്കും പറയുകയാണെങ്കിൽ ആ ജാഗ്രതാ സ്വഭാവം അല്ലെങ്കിൽ ഒരു അലേർട്ട്നെസ് നമുക്ക് ഉണ്ടായി വരും എന്നുള്ളതാണ്. അപ്പൊ തീർച്ചയായിട്ടും ആ പ്രവർത്തനത്തിന്റെ ഒരു ഫലപ്രാപ്തി എന്ന് പറയുന്നത് നമുക്ക് ഉചിതമായ രീതിയിൽ ലഭിക്കും എന്നുള്ളതാണ് ഇതിൽ പറയാനുള്ളത്. അപ്പോ ഇത്രയും കാരണങ്ങൾ കൊണ്ട്, അതായത് മസ്തിഷ്കത്തിന്റെ പ്രവർത്തന ഏകോപനം, അതുപോലെ നമ്മുടെ പ്രതികരണത്തിലെ കൃത്യത, തീരുമാനങ്ങളിലെ വ്യക്തത, അതുപോലെ പ്രവർത്തന കൃത്യത, ഇതെല്ലാം തന്നെയും ഈ കോർട്ടക്കാർ പരിശീലനത്തിലൂടെ നമുക്ക് വന്നു ചേരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ പരിശീലനം എന്ന് പറയുന്നതിനെ നമ്മൾ വളരെ ഗൗരവമായി തന്നെ എടുത്ത് സ്ഥിരമായിട്ട് പരിശീലിക്കേണ്ടതാണ് എന്നുള്ളതാണ്. നമ്മുടെ ശേഷികളെ പാകപ്പെടുത്താനായിട്ട്, അവബോധത്തിന്റെ വികാസം സാധ്യമാകുന്നതിനായിട്ട് എല്ലാം ഇത് സഹായിക്കും. അപ്പൊ സ്വയം ഒരു മെച്ചപ്പെടുത്തൽ, സ്വയം ഒരു നിയന്ത്രണ ബോധ്യം, ഇതെല്ലാം നമുക്ക് സ്വാഭാവികമായിട്ടും വന്നു ചേരും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയത് ബാറ്റൺ പ്രാക്ടീസിന്റെ കാര്യങ്ങളാണ്. ആ ബാറ്റൺ പ്രാക്ടീസ് മാത്രമല്ല, വിവിധ തരത്തിലുള്ള പരിശീലനങ്ങൾ കോട്ടയക്കാർവിലുണ്ട്. അതായത് നമ്മളൊരു പൊതു താളത്തെ ആധാരമാക്കിക്കൊണ്ടുള്ള ശാരീരിക ചലനങ്ങൾ, നമ്മളെ കാലുകൾ ഉപയോഗിച്ചുള്ള ചുവടുവെപ്പ്, അതുപോലെ കൈകൾ ഉപയോഗിച്ചുള്ള താളമിടൽ, താളങ്ങൾക്കിടയിലുള്ള നിശബ്ദത അനുഭവിക്കൽ, ഇങ്ങനെ പലതരത്തിലുള്ള താള പരിശീലനങ്ങൾ അല്ലെങ്കിൽ കോട്ടയക്കാർവിന്റെ പരിശീലനങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഇതിലൂടെ എല്ലാം ഉദ്ദേശിക്കുന്നത് നമ്മുടെ അവബോധ തലത്തിലേക്ക്, എവിടെയെല്ലാമോ ചിതറിക്കിടക്കുന്ന അവബോധ തലങ്ങളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, അതിനെയെല്ലാം ഏകോപിച്ച് നമ്മുടെ ഒരു അവബോധത്തിൽ ഇരുന്നുകൊണ്ടുള്ള പ്രവർത്തനത്തെ വികസിപ്പിക്കാനായിട്ട് നമുക്ക് കോട്ടയക്കാർവ് സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ കോട്ടയക്കാർവ് എന്നുള്ളത് എന്താണ്, അതിന്റെ പ്രവർത്തന ഉദ്ദേശം എന്താണ്, അത് എത്ര കാലം കൊണ്ട് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതൊക്കെയാണ് നമ്മൾ ഇത്രയും കാലം മനസ്സിലാക്കി വന്നത്. ഇതെല്ലാം കൃത്യമായി പരിശീലിച്ച് അതിന്റെ ഒരു ഫലപ്രാപ്തിയിലേക്ക് എല്ലാവർക്കും എത്തിച്ചേരാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.